ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ബ്രെഡും കടലമാവും പാലക്ക് ചീരയും ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, പിന്നെ കടലമാവ് വേണം. 1 കപ്പ് കടലമാവാണ് ഇത്. 1 കപ്പ് പാലക്ക് ചീര വേണം, ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനായിട്ട് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് കായപ്പൊടി, 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സെമി തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു അധികം ലൂസും അല്ല, അധികം ടൈറ്റ് ആവാൻ പാടില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ മൈദ ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് അതിൻ്റെ മാവിൻ്റെ ലൂസ് പാകമാക്കിയെടുക്കണം. ഈ സമയത്ത് സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല മാവ്. അപ്പോൾ 1 കപ്പ് പാലക്ക് ചീരയാണ്, ഇത് 1 കപ്പ് ഫുള്ളുണ്ട്. അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കൈകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന പരുവായിരിക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇങ്ങനെ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പരുവത്തിലായിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ അത് നല്ല ചൂടായ എണ്ണ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തീ കുറച്ച് കൊടുക്കുക. തീൻ്റെ അളവ് കൂടിപ്പോവരുത്. അപ്പോൾ ഉള്ളിൽ വേവില്ല, പുറത്ത് വേഗം നമ്മൾ കരിഞ്ഞു പോകും. അത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് എടുത്ത് മാറ്റാം. കണ്ട നല്ല സോഫ്റ്റാണിത്. ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചെറിയ ബോൾസ് എല്ലാം ആയിട്ടല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ബാച്ചും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സെക്കൻഡ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റൊക്കെ അറിയിക്കണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.